കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്ന്. അതെ, നല്ല ഹൈടെക് പൂക്കളോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ ദിവ്യ പ്രിപ്പയർ ചെയ്തപ്പോഴേ നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിടാന്ന്. അപ്പൊ ആരും കേട്ടില്ലല്ലോ. ഇതേ മറ്റേ പൂക്കളത്തിന് 100-ലെ ഒരു 10 മാർക്ക് വരും നമുക്ക് കിട്ടുന്നു. എന്റെ കൊക്കിന് ജീവനോട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കിടന്നുള്ളൂ. ശരി, അങ്ങ് ചെല്ലു. പിന്നെ അതെ ചാരു രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് പുറകെ വരരുത് കേട്ടോ. ചേറി കേടി കൊടുക്കും. ഓളമാരെ നിനക്ക് ഉടുക്കും. ഓളമാരുടെ സൈഡാ മാഡം പോലും അതറിയും. സാരില്ല, പൂക്കളം പോണേ പോട്ടെ. ഇനി എന്തൊക്കെ മത്സരം നടക്കണം? വടംവലിയുണ്ട്, കസരയുണ്ട്, പഴം തീറ്റ മത്സരമില്ലേ, അതിനകത്തൊക്കെ നമുക്ക് സ്കോർ ചെയ്യാം. ടെൻഷൻ അടിക്കണം പോട്ടെ. എന്റെ കൺഫ്യൂഷൻ ഇപ്പൊ അതല്ല, മലയാളി മംഗ മത്സരത്തിൽ ആര് ജയിക്കുന്നുള്ളതാ. അതെന്ത് ചോദ്യം? അതിനകത്ത് വേറെ ആരാ ജയിക്കാനുള്ളത്? ഞാൻ നോക്കൂ, ലോങ് ഹെയർ, എന്റെ ശാലീന സൗന്ദര്യം. ഞാൻ കണ്ടില്ലല്ലോ. ഇത് മലയാളി മങ്കി മത്സരമല്ല, മങ്ക മത്സരമാണ് കേട്ടോ. അതിനെ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് കുറച്ച് ട്രഡീഷണൽ, അതായത് ഇമാതിരി മഞ്ഞ അല്ല വരേണ്ടത്. അതിന് കുറച്ച് ശാലീനതയും ആ ഗൃഹാതുരത്വവും ഗ്രാമീണതയും ഒക്കെ അങ്ങോട്ട് തുളുമ്പണം. എന്ത് തുരുത്ത് എന്നാലും ഇത് കാണാതെ പഠിച്ചതാ. മിണ്ടാതിരുന്നോട്ട് ഈ ഗ്രാമീണത തുളുമ്പുന്ന ബോന്തോന്നൊക്കെ സത്യം. നല്ല പാടത്തോട്ട് വെക്കൂലൊരു കോല, അതേപോലെ ഉണ്ട്. പാടത്തോട്ട് വെക്കട്ടെ കുഞ്ഞിനെ. പൊടി അവൾമേതൊരു ഇട്ട് കഴിഞ്ഞില്ലേ? അതെ, ഞങ്ങളുടെ പൂക്കളം കഴിഞ്ഞായിരുന്നു. ആണോ? ഞങ്ങളുടെ ഏകദേശം കഴിഞ്ഞു. ഓ ഓ എന്തേ അയ്യേ, ഇതാരാ കൊളാക്കിയേ? അയ്യോ, ഇത് കൊളവല്ലാത്ത പൂവാണല്ലോ. കണ്ടൂടെ? ഇതേ ഞങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടിട്ട പൂക്കളാണ്. ഇതാണ് ഇവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പൂക്കളം. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ വീടിനടുത്തുള്ള പിള്ളേരിടും പൂക്കളം. എന്റെ പൊന്നുമോളെ, ക്രിയേറ്റിവിറ്റിയുടെ അർത്ഥം അറിയില്ലെങ്കിലേ കേട്ടോ, മര്യാദക്ക് കേട്ടോ. ഈ പച്ച പ്രതീക്ഷയുടെ പച്ചയാണ്. പിന്നെ ഈ മഞ്ഞ സ്നേഹത്തിന്റെ മഞ്ഞ. സ്നേഹത്തിന്റെ മഞ്ഞ. ആ, സ്നേഹത്തിന്റെ മഞ്ഞ അറിയില്ലെങ്കിൽ അങ്ങ് കേക്ക്. പിന്നെ നടുക്ക് കിടക്കുന്ന ചുമപ്പ്, ചുമന്ന റോസാപ്പൂ, അത് പ്രണയത്തിന്റെ സിംബലൈസ് ചെയ്യും. മനസ്സിലായ? ഒന്നും അറിയാണ്ട് ചുമ്മാ സംസാരിക്കാൻ വന്നില്ല. പിന്നെ ഈ വെള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവിന്റെ ഇതാണ്. അപ്പൊ ഓറഞ്ചോ? അത് ഞങ്ങള് ചുമ്മാ ഒരു ഡെക്കറേഷൻ ഇട്ടതാടേ. എന്തായാലും നല്ല ബോറായിട്ടുണ്ട്. പിന്നെ ഈ പൂക്കളവും നമ്മുടെ പൂക്കളവും കണ്ടിട്ട് നമുക്കറിയാം ആർക്കാ ഫസ്റ്റ് പ്രൈസ് എന്ന്. ആ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ അങ്ങ് എടുക്കുക. പോട്ടെ, അതെ, ബൈ. പാടി നമുക്ക് പോവാം. ഇവളാണ് എടുക്കാൻ സുരേഷ് ഗോപിയോ? തള്ള ഈ തള്ള ഇത് എങ്ങോട്ടടി ഒരുങ്ങി കെട്ടിക്കൊണ്ട്? ഇനി വല്ല കള്ളക്കാമുകന്മാരുണ്ടാവോ? ഒന്ന് പോടി. ഒന്നാമത് അവരൊക്കെ പുരുഷവിരോധിയാണ്. പിന്നെ അവർക്കും കാണൂല ആഗ്രഹം ഈ പ്രായത്തിലൊക്കെ ഒരുങ്ങിട്ട് നടക്കണമെന്നും. അത് ശരിയാ, ഒരുങ്ങാൻ വലിയ പ്രായമൊന്നും വേണ്ട. പക്ഷെ ഒരു ഡൗട്ട്, ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിലൊക്കെ ഈ തള്ളമാരെന്താ അഭിനയിക്കാത്തെ? ഇനി അതിനും വേണ്ട യോഗ്യത. അല്ല, എല്ലാരും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞോ? ആ മാഡം, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. മാഡം, ഷാരൂൺ ടീം ഇപ്പോഴും ഇട്ട് തീർന്നില്ല. ഓ, ഇന്ന് ഒരു ദിവസമെങ്കിൽ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ ഒന്ന് നിർത്ത് മക്കളെ. നിങ്ങൾക്ക് എന്ത് സുഖം ഇതിൽ നിന്ന് കിട്ടാൻ പോണത്? ചെല്ല്, എല്ലാരും കൂടി പോയി ഓണം ആഘോഷിക്കാൻ നോക്ക്. ആ തള്ളെ സപ്പോർട്ട് ഇപ്പൊ കിട്ടിയാലോ എനിക്ക്. ഒന്ന് മിണ്ടതില്ല, തള്ളക്ക് ഞാൻ കൊടുത്തോളാം. നീ കൊടുക്കും കൊറേ ഞാൻ കാണുന്നുണ്ട്. നീ ആട്ടെ കൂടുതൽ മേടിച്ചു കൂട്ടുന്ന മൊത്തം. ഒന്ന് അടങ്ങ്, ഇത്തിരി പൊടിക്ക് അടങ്ങ്. ഈ ജെനി ആരാ നിനക്ക് അറിയോടി? ഇല്ല. ആ, അതാ കുഴപ്പം. എന്റെ പൊന്നു ജെനി, നിന്റെ ഈ മാസ് ഡയലോഗായിട്ട് നിർത്ത്. കുറെ കാലമായില്ലേ ഇവിടെ വന്നിട്ട്. അടുത്തത് പഴംതിട്ട മത്സര, അതിനും ജയിക്കണം. ഇടി, നമ്മളത് ചെയ്യും, ഉറപ്പാ. നമ്മൾ അടിച്ചു കയറി വരും. അത് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ. എന്റെ വീട്ടില് ഒരു കൊല പഴം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡോണ്ട് വരി മക്കളെ, ഐ വിൽ മാനേജ്. ഇടി, ഒരു കൊലം പഴു. ഒരു ചെറിയ പഴത്തിനകത്തുള്ള നീ ഒരു കൊല പഴം തിന്നു. മോളെ വിശ്വസിക്കാൻ പറ്റുന്ന തള്ളുവല്ല തള്ളോ? എന്നെ അങ്ങനെ കൊച്ചാക്കണം. നിങ്ങൾ കണ്ടോ? ഇവിടെ നിന്ന് ഓണത്തല്ല, ഇത്ര ഒന്നും മിണ്ടായിരിക്കോ? ഞാനൊരു കാര്യം പറയട്ടോ. മാഡം ഇത്രയും വെച്ചപ്പോ എന്തുകൊണ്ട് മാഡം ഒരു പായസം കൂടി മത്സരം വെച്ചില്ല? മോളെ, പായസം കൂടി മത്സരം വെച്ച മാഡത്തിന് ബഡ്ജറ്റ് കൂടും. അപ്പോഴത്തേക്ക് ഇതാകുമ്പോ ഒരു കൊല പഴത്തിലങ്ങ് തീരും. ശരിയാണ്, പിശുക്കി എന്ന് പറയും അല്ലേ? ലോക പിശുക്കി. അപ്പൊ പിന്നെ നമുക്ക് മത്സരം ആരംഭിക്കാലോ. നിങ്ങളെ ടീമിൽ നിന്ന് ആരാ മത്സരിക്കുന്നത്? സ്റ്റെഫി. ഈ ടീമിൽ നിന്ന് ആരാ? ദിവ്യ.
രണ്ടുപേരും സൂക്ഷിച്ചു വേണം ചെയ്തുകൊണ്ടിരിക്കാണ്. ആരാണോ കൂടുതൽ പഴം കഴിക്കുന്നത് അവരായിരിക്കും വിജയി. ദേ, ഇവിടെ കിടന്ന് ആരും അലമ്പാക്കുണ്ടാക്കരുത് കേട്ടോ. ആ മാഡം, അത് പ്രത്യേകം പറഞ്ഞാൽ നന്നായി. എന്തായാലും ഇവരെ ഭയങ്കര കള്ളക്കളി ടീമാണ്, അതുകൊണ്ട് ഒന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. മാഡം ഞങ്ങളല്ല, എനിക്ക് ഇവരെ മാഡം വിശ്വാസമില്ലാത്തത്. അതന്നെ ഒരു ടീമിലെ മൊത്തം പേരും കള്ളന്മാരാ. പറഞ്ഞത് അല്ല, നിങ്ങളെ പറ്റി തന്നെയാ പറഞ്ഞു. ഞങ്ങളെ കളികളങ്ങനെ വിളിച്ചോണ്ടല്ലോ ഒരു സ്വഭാവം മാറും. അപ്പൊ വേണ്ട. ഓക്കെ മാഡം. തുടങ്ങിക്കോ. റെഡി? ready. 1, 2, 3 സ്റ്റാർട്ട്. നിർത്തിക്കോ. എനിക്ക് കൗണ്ട് കൗണ്ട് ചെയ്തോളാം. കൗണ്ട് അപ്പൊ 6 എണ്ണം കൂടുതൽ കഴിച്ചതുകൊണ്ട് ചെഫ് ജയിച്ചിരിക്കുന്നു. എല്ലാരും കൂടി അങ്ങ് നിർത്ത്. എന്നിട്ട് നമുക്ക് ഉച്ചക്ക് സദ്യ കഴിക്കാൻ വേണ്ടി അകത്തോട്ട് ചെല്ല് കേട്ടാ. സദ്യ എപ്പോഴും മാഡം? സദ്യ വരും, ഇപ്പൊ വരും. അല്ലേ? എന്നാലും അവളുമാരെ മുഖം കണ്ട ചമ്മി നോണം കിട്ടും. ഫസ്റ്റ് പ്രൈസ് കിട്ടി. പുലി വെക്കിലോ? ഇതെന്താ പുലി വേഷത്തില്? കാറ്ററിംഗ് സർവീസ്. കാറ്ററിംഗ് സ്ഥലത്ത് ഈ വേഷത്തിലോ? അല്ല, ഇത് ഞങ്ങളുടെ ഓണം പ്രമാണിച്ചുള്ള പുതിയൊരു ഓഫറാണ് മാഡം. ഞങ്ങൾ സർവ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവരും ഈ പുലിവേഷത്തിലായിരിക്കും വരുന്നത്. ആണോ? എന്തൊക്കെ മഹാമായ പുതിയ വേഷം. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? കുറച്ച് ഒന്ന് സഹായിക്കുക. കൈ വെച്ച് സഹായിക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. എക്സ്ക്യൂസ് മീ. വാങ്ങിച്ചോളൂ. ലൈറ്റ് ആയിട്ടുള്ളത് വല്ലോ? മഴത്തെ ഞാൻ പിടിക്കും. വെളുത്ത് ഞാൻ പിടിക്കും. ഓണമായിട്ട് പിന്നെ നിന്നെ കാണാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് വന്നത്. നിന്നെ കണ്ടാലോ ആരെങ്കിലും? ആരും കാണൂലെന്ന്. എന്റെ ദൈവമേ, മാഡം അല്ലേ പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല, ഞാൻ വന്നില്ലേ, നോ പ്രോബ്ലം. ഈ വേഷത്തെ എങ്ങനെ തിരിച്ചു വരുമോ? ഓക്കെ ശരി, അപ്പൊ തന്നല്ല. പൊക്കോ. എവിടെ പോയി? ഇത് വിളമ്പിത്തരാൻ ഞാൻ ഇല്ലേ വേണ്ടത്? ഓ, ഞാൻ ഈ വേഷത്തെ ഇവിടെ നിന്നോളാം, ആരും കാണൂല. ഓക്കെ അല്ലേ? ഇപ്പൊ അറിയാൻ പറ്റില്ലല്ലോ. എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ചേട്ടാ വിട്ടോ, ഞാൻ വിളിക്കാം കേട്ടാ. ഇങ്ങനെ ഞാൻ വിളിക്കാം. അസലായിട്ടുണ്ടല്ലേ സദ്യ? അടിപൊളി. പച്ചടി പച്ചടി ആർക്കെങ്കിലും വേണം? കുറച്ചുകൂടെ ചോറ് എടുത്തു. സൂപ്പറാണ്. അതെ, ചോറ് നല്ലൊരു ഓണായിട്ട് എല്ലാരും ഇരുന്നില്ലേ? താനും കൂടി പെട്ടല്ല, പുട്ട്. രാവിലെ പുട്ട് കഴിച്ചോട്ടെ, വിശക്കുന്നില്ല മേഡം, അതുകൊണ്ടാ. അതൊന്നും സാരമില്ല, അതെല്ലാരും ഇരിക്കല്ലേ, നല്ലൊരു ഓണമല്ലേ, ഇരിക്കും. അല്ല, എന്താന്ന് വെച്ചാലേ ഈ പെൺകുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ് ഞാൻ, അതുകൊണ്ടാ. അല്ല, വേറൊന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ക്ലൈന്റിന്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാ. അതിനിപ്പോ അവരാരും കാണുന്നില്ലല്ലോ ഇവിടെ. അല്ല, കാണുന്നില്ലെങ്കിലും എന്റെ ഒരു വർക്കിനുള്ള ഡെഡിക്കേഷൻ കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. കണ്ട, എന്തൊരു നല്ല സ്വഭാവം. ആൺകുട്ടികളാ എങ്ങനെ ഇരിക്കും. താങ്ക് യു. കണ്ട് പഠിക്ക്. മാഡം, സദ്യയിൽ കഴിക്കാൻ പാടില്ലാത്തുള്ളൂ, ഒരു പായസം കൊടുത്താലോ? പായസം കുടിക്കാലോ. പായസം എന്താന്നറിയോ? പായസം കുടിച്ചു കഴിഞ്ഞാൽ മത്ത് വരും.
അല്ല വേണ്ട വേണ്ടതണ്ട. അതെ വേണ്ടാന്ന് പറയുന്ന ഒരാളെ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. പഴം കിട്ടിയായിരുന്നോ? ഇല്ല, ഒരു ഗ്ലാസ് പായസം കുടിക്കാം. അത് ആരാന്ന് വിചാരിച്ചിട്ട്? പുലി പുലി അല്ല പാവി. കഴിക്ക് വെള്ളം വേണം നിനക്ക്. അപ്പൊ കഴിച്ചു. അത് കഴിക്കുമ്പോഴേ ആ പായസം കുടിക്കണമെന്നില്ല. എന്തായാലും നിന്നെ സമ്മതിച്ചു കേട്ടാ. കാമുകിനെ കാണാൻ വേണ്ടി പുലിവേഷത്തിലെ ഹോസ്റ്റലിൽ കയറുന്ന ആദ്യത്തെ കാമു എന്ന് വിചാരിക്കും. ഇതൊക്കെ എന്ത് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ആലോചിച്ച് നമുക്ക് മെമ്മറീസ് ഉണ്ടല്ലോ അല്ലേ? എടാ അടുത്തത് മലയാളി മംഗ മത്സരമാണ്. നീ നിൽക്കുന്ന കാണാൻ. മലയാളി മംഗ മത്സരം നിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഊണ് കഴിക്കാതിരിക്കാത്തതുകൊണ്ടേ അപ്പം ഡൗട്ട് അടിക്കും. ഇല്ലടാ, നീ മാസ്ക് മാറ്റാത്തോണ്ടേ അവർക്ക് മനസ്സിലായിട്ടില്ല. തന്നെയല്ലേ? നിന്റെ ബുദ്ധി എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. ഈ കോലത്തിലേക്ക് ഇങ്ങനെ വരാൻ ഇവനെ ആലോചിച്ചതേ. കാണാൻ വലിയ ലുക്ക് ഇല്ലെന്നോട് ഭയങ്കര ബുദ്ധിയാണ്. ബുദ്ധി അധികമായാലും പ്രശ്നമാകും കേട്ടാ. പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുഴപ്പമില്ല. നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ ഇവിടെ? അത് പിന്നെ മാഡം സദ്യ നന്നായിരുന്നു എന്ന് പറയാൻ അല്ല, താനെന്താ ഈ കിച്ചണിൽ വന്ന് നിൽക്കുന്നേ? ഞാൻ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട്. അടുത്തത് മലയാളി മംഗ മത്സരല്ലേ? ചെല്ലി പോയി റെഡിയാവ്. മലയാളി മങ്കേ? ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാം ഈ കുട്ടികളുടെ നിർബന്ധം കൊണ്ട്. ആക്ച്വലി മലയാളി മംഗ മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെന്താ, ഇന്ന് കാണാലോ അല്ലേ മാഡം? അതെ. അത് മാത്രല്ല, മലയാളി മങ്ക് കഴിഞ്ഞിട്ട് കസേര കളിയുണ്ട്, വടംവലിയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പോയാ മതി അല്ലേ മാഡം? അയ്യോ, പുറത്തുനിന്ന് ഒരാളാ. പറ്റത്തില്ല, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. പറ്റത്തില്ല? അല്ല മേഡം ഇപ്പൊ അങ്ങനെ പറയുമ്പം ഞാൻ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മലയാളി മംഗ മത്സരം നടത്തേണ്ട ഒരു കാര്യമില്ല മേഡം. അതെന്താ? കാരണം ഓൾറെഡി വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓ, ചാരുമായിരിക്കും. ഏത് ചാരു? അതേ ഇരിക്കുന്നത്. ഈ കൊച്ചൊന്നും അല്ല. അല്ല അല്ലേ? പിന്നെ ഞാനോ? മേഡം തന്നെ. മേഡത്തിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഇവരൊക്കെ എന്താവാൻ? ഞാൻ പ്രായമായില്ലേ? ഇതൊക്കെ ചെറിയ പിള്ളേര് കുട്ടികളല്ലേ? എന്ത് പ്രായമായത്? ഒരു പ്രായമായില്ല, പട്ടത്തപ്പന തന്നെ ഇപ്പോഴും. അത് ശരിയാ, പവി പറഞ്ഞാലും കാര്യമുണ്ട്. പവിയോ? അല്ല പുലി. സ്ലിപ്പായി പോതാ മാഡം. പുലി. പുലി. ആ, പണ്ടേ ഞാൻ കോളേജിൽ പോകുമ്പോഴേ പയ്യന്മാര് ക്യൂ ആയിരുന്നു. അതെന്താ മാഡം, അവിടെ അങ്ങനെ ബിവറേജ് ഉണ്ടായിരുന്ന? അല്ലെന്നേ, എന്നെ കാണാനായിട്ട്. മാഡത്തിന്റെ സൗന്ദര്യമേ. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി കേട്ടാ. എല്ലാരും പെട്ടെന്ന് മേഡം പറഞ്ഞ അതുപോലെ തന്നെ. ശരി. പോട്ടെ. ബുദ്ധിയാണോ നിന്റെ? കുറച്ചുകൂടെ വെയിറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ പെർമനന്റ് ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. കൂടുതൽ വിടുത്തല്ലേ നീ? അവരങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് മറിക്കുകയായിരുന്നു. ഇല്ലല്ല, എന്റെ കളി വേറെ പായസം കുടിക്കുന്നു. പിന്നെ മുഴുവൻ നീ ഇവിടെ ഉണ്ടല്ലേ? അതെ. മലയാളി മംഗ ഡൻ വടംവലി prominent things to do. Yeah. Come on, let's go. നമുക്ക് ആ വെളിയിലേക്ക് എങ്ങനെ പോകാം? എന്താ ഒച്ചയൊക്കെ കുറയ്ക്കണത്? ഞാൻ ഇവിടെ എടുത്തില്ലേ പറഞ്ഞത്? ഓ, അമ്പടാ കള്ളന്മാരെ. അപ്പൊ പുലി പവിയായിരുന്നു. കാണിച്ചു തരാം, എല്ലാത്തിനും കാണിച്ചു തരാം. വയറ് ഫുള്ളായി, ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. വയറ് നിറയെ കഴിച്ച് വയറ് പൊട്ടാറായി. സൂപ്പർ സദ്യ ഇരുന്ന് ഓണമായിട്ട്. ഓഫ്, പൊളിച്ച്. ആ കട്ട പൈസവും പഴമൊക്കെ ഞാറ്റി വെച്ചപ്പോ എന്നാ സുഖമാടി. അല്ലെങ്കിലും പായസം കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കാൻ വരും. എന്താടി? എന്തോന്ന് എടി, അത് പുലിയല്ല പവിയാ. പവിയാ? എടി, ആ കാറ്ററിംഗാരനായിട്ട് വന്നില്ലേ, അത് പുലിയല്ല പവിയാന്നേ. നീ കണ്ടത് പവിയെ തന്നെയാണോ അത് വേറെ ഏതെങ്കിലും ആണുങ്ങളാണോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഓ, അപ്പൊ മാസ്കും വെച്ച് പുലിവേഷത്തിൽ വന്നത് പവിയാണ്. എടി, അപ്പൊ അവള് കളിച്ച കളിയൊന്ന് ആലോചിക്കണേ. ഹോസ്റ്റലിൽ അവനെ കയറ്റാൻ വേണ്ടി അവൾ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് മാഡത്തിന് അറിയിക്കണ്ടേ? പിന്നെ അല്ലാണ്ട് വെറുതെ ഇടാൻ പറ്റുമോ? നമുക്കെന്തെങ്കിലും പ്ലാൻ ചെയ്യാം.
എന്തായാലും ഇവന്റെ കോസ്റ്റ്യൂം പൊളിച്ചല്ലേ. ഈ ഓണത്തിന് പുലി വെട്ടുന്നവരെ സമ്മതിക്കണം കേട്ടോ. ചൂടെടുക്കണ്ടല്ലേ? ചൂടാ. എടാ നീ എന്തായാലും വന്നല്ലേ, ഒരു കലാശക്കൊട്ട എന്ന രീതിയിലേക്ക് നമുക്കൊരു പുലികളും കൂടെ കളിച്ചിട്ട് തീർക്കാം. പുലിക്കളിക്കൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് തരേണ്ടി വരും. കാറ്ററിംഗിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നല്ലാതെ നീ നേരത്തെ സോപ്പിട്ട് കണക്ക് മാഡത്തിനെ കൂടെ സോപ്പിട്ടാ മതി. മാഡം പൈസ യാത് മാടത്തിന് അവരെയാ നോക്കി ഇരുന്നാ മതി. ആടി ചാരു, ഇനി 26 പഴത്തിന്റെ പൈസ ഞാൻ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമോ? സമ്മാനം ഉൾപ്പെടെ. ഞാൻ ഇടത്തില്ല കേട്ടോ പിരിവില്. ഞാനും ഇടത്തില്ലേ. ടീമായിട്ട് മത്സരിച്ചിട്ട് മത്സരം നടത്തുന്നത് ഞാൻ വന്നത് കളറായി. അല്ല നിങ്ങൾക്ക് എന്താ പവി വന്നപ്പോ ഒരു ഇളക്കം? പവിയോ? ആ പവി എവിടെ? നീയല്ലേ ഇപ്പൊ പവിന്ന് പറഞ്ഞത്? അയ്യോ ഇത് പവിന്നല്ല, ഞാൻ പുലിന്നാ പറഞ്ഞത്. ഓ അങ്ങനെ. ചാരുന് എന്തൊരു പരിഭ്രമം പോലെ എന്തൊരു കളത്തിനും കാണിച്ചു. പിന്നെന്തുവാ? അതല്ല, എന്തോ കള്ളത്തരം ഉണ്ട്. അതെ അതെ, എന്തോ ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി നടക്കുവാ ഇവിടെ. കാറ്ററിംഗിന്റെ വണ്ടി ഒന്ന് പൊക്കോ. ഞാൻ പോട്ടെ. അടുത്ത ഓണത്തിന് അടുത്ത ഓണത്തിന് കാറ്ററിംഗിന്റെ വണ്ടി ഒന്ന് പുറത്ത് ആണോ? ഞാൻ പോയിട്ട് വരാം. കാറ്ററിംഗിന്റെ വണ്ടി നമുക്ക് പിന്നെ പറഞ്ഞിടാം. മാഡം ഇവിടെ വരണം. മാഡത്തിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ പറയാം. കാറ്ററിംഗിന്റെ വണ്ടി അവിടെ കിടന്നോളൂ. അല്ല ഒന്ന് പറയട്ടെ പ്ലീസ്. ഈ വണ്ടി ഞാൻ പറയാം. ഇവിടെ നടന്ന വൃത്തിയാണെന്ന് മാഡം കാണുന്നില്ലേ? കണ്ടില്ല. ഇവളുമാര് ഈ പുലിനെ കയറി പിടിച്ച്. അതെ മാഡം, ഞാൻ പറയാം. പാവി പുലി ഇവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇവള് മാറി പുലിനെ എന്റെ അല്ല മാഡം, മാഡം ഒന്നും അല്ല മാഡം, ഞാൻ പറയാം. നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഇമ്മാതിരി ഒരു പണി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മിനിറ്റ് വേണം താമസിച്ചിരുന്നെങ്കിൽ എന്റെ കഥ എന്താണെന്ന് അറിയാമോ? 18 തികയാത്ത പാൽക്കാരൻ പയ്യന്മാരെ പെണ്ണുങ്ങൾ ചേർന്ന് പീഡിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ന്യൂസിന്. ഇപ്പൊ എനിക്ക് ആ ഗതി ഇവിടെ ഉണ്ടായത്. ഞാൻ പോണം. ഹാപ്പി ഓണം. ഗുഡ് ബൈ. ഹാപ്പി ഓണം. ഇതൊന്നും അല്ല മാഡം, സത്യം ഞാൻ പറയാം. ഓ വെറുതെ അല്ല ഈ പരിസരത്ത് ഒരൊറ്റ പുരുഷനെ ഞാൻ അടുപ്പിക്കാത്തത്. എല്ലാം മാഡം എടി ഇപ്പഴാണ്ട് ഈ ഓണം കളർഫുള്ളും തമാക്കയായിരുന്നു. അതെ കണ്ടല്ല? അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒന്ന് പൊടി.